ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. അതായത് കൊല്ലം ജില്ലയിലെ ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രം. അങ്ങനെ ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:10. കയറി വരുമ്പോൾ തന്നെ മനോഹരമായ രണ്ട് ഗോപുരങ്ങളോട് കൂടിയിട്ടുള്ള വഴിയിൽ നമ്മൾ എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഈ ഓച്ചിറയുടെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവും ഓച്ചിറക്കളിയും അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓച്ചിറയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ മിഥുന മാസം 1-ാം തീയതിയാണ് 1-2 ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ ഓച്ചിറക്കളി എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ മാസം ഇന്ന് 16-ാം തീയതിയാണ്, 15ഉം 16ഉം. അപ്പോൾ 2 ദിവസമാണ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും ശ്രീകോവിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ധാരാളം ആൽമരങ്ങളും, അതായത് പരബ്രഹ്മം ആണ്, ഈ ലോകമാണ് ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള ഒരു അമ്പലമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. പിന്നെ ഈ ഓച്ചിറക്കളി എന്ന് പറയുന്നത് ആയോധന കലയുടെ എന്താ പറയുക റെപ്രസെൻറ്റേഷനാണ്. അതായത് പണ്ട് കാലത്ത് ഈ ഓച്ചിറ എന്ന് പറയുന്നത് കായംകുളം രാജ്യത്തെ ആയിരുന്നു. അപ്പോൾ ഈ കായംകുളം രാജ്യവും അമ്പലപ്പുഴ രാജ്യവും തമ്മിലുള്ള യുദ്ധം, അന്നത്തെ യുദ്ധത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഓച്ചിറക്കളി എന്ന് പറഞ്ഞ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടെ പടനിലം എന്ന് പറഞ്ഞിട്ടൊരു കാര്യങ്ങളുണ്ട്. അവിടെയാണ് പ്രധാനമായിട്ടും ഈ ഓച്ചിറക്കളി അരങ്ങേറുന്നത്. അപ്പോൾ ഇവിടെ ആയോധന കല പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഉള്ള ശിഷ്യന്മാരാണ് ഈ ഓച്ചിറക്കളി ഇവിടെ അരങ്ങേറുന്നത്. അപ്പോൾ സമയം രാവിലെ ഉണ്ട്, ഉച്ചയ്ക്ക് ഓരോ സെഷനായിട്ടാണ് പരിപാടി. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ അതിനുള്ള തയ്യാറായിട്ടുണ്ട്. കളരി സംഘം. എപ്പോഴാണ് പരിപാടി? എപ്പോഴാണ് പരിപാടി? ഇപ്പോൾ തുടങ്ങോ? അവിടെ പടനിലത്ത് എപ്പോഴാണ് പരിപാടി? ഘോഷയാത്ര കഴിഞ്ഞിട്ടാ? ഘോഷയാത്ര എപ്പോഴാണ് വരിക? ഇപ്പോൾ തുടങ്ങോ? എവിടെന്നാ? അവിടെ നിന്ന് വരുന്നത്? അപ്പോൾ പിള്ളേർ പറഞ്ഞത് ഘോഷയാത്ര വരാനുണ്ട്. ആ ഘോഷയാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അതായത് ഇവരുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അമ്പലമൊക്കെ ഒന്ന് കറങ്ങി കാണാം. ബാംഗ്ലൂർ മുളകാവതി പൊരിക്കച്ചവടം കാര്യങ്ങളൊക്കെ. ഷോപ്പ് ഇതിനകത്തേക്ക് കയറുന്നില്ല. നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല. ജസ്റ്റ് പുറത്തുനിന്ന് കാണിച്ചാൽ. അതായത് 2 കുളങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു കുളത്തിൽ നിന്നിട്ട് പ്രോഗ്രാം ആദ്യം കയറിയിട്ട്, അതായത് ഘോഷയാത്ര വന്നിട്ട് ഒരു പടനിലത്ത് നിന്ന് ഇവർ അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചിട്ട് അടുത്ത പടനിലത്തിലേക്ക്, എന്നിട്ട്
ഇവർ അവിടെ വെച്ചിട്ട് കളി അവസാനിക്കും. ഇതാണ് പരിപാടി. അപ്പോൾ ഘോഷയാത്രയുണ്ട്, മേളമുണ്ട്, പിന്നെ അഭ്യാസ പ്രകടനമുണ്ട്. അവിടെ മേളത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ചെമ്പകശ്ശേരി കായംകുളം കിങ്ഡങ്ങൾ തമ്മിലുള്ള യുദ്ധപ്രകടനമാണ്. അതായത് പണ്ടത്തെ കായംകുളം രാജാവിൻ്റെ പാലസ് ഇവിടെ നിയറസ്റ്റ് ഒരു 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടുന്ന്. ആ സ്ഥലത്തിന് പറയുന്നതാണ് കൃഷ്ണപുരം പാലസ് എന്ന് പറയും. കായംകുളം രാജാവിന് ആദ്യം അവിടെ ഒരു പാലസ് ഉണ്ടായിരുന്നു. അത് പൊളിച്ച് കഴിഞ്ഞ് തിരുവിതാംകൂർ വന്നപ്പോൾ അത് പൊളിച്ചിട്ട് ഒരു കോട്ടയും കൊട്ടാരവും വേറെ പണി. അതാണ് ഇവിടുത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. എന്തായാലും ധാരാളം ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഉണ്ട്. ഈ പ്രദേശത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഓച്ചിറക്കളിയും ഓച്ചിറ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ മേളം നടക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം മേളം കേൾക്കാം. ഈ ആൽത്തറയാണ് പ്രധാന സങ്കല്പം എന്ന് പറയുന്നത്. കുടകൾ അവിടെ കാളകളൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നന്ദിയോട് കയറും മക്കളെ എല്ലാവരും നന്ദിദേവനത്തോട് കയറും. നിങ്ങളെ ഭഗവാന്റെ നന്ദിയെ തൊടുകൊണ്ട് കൊടുക്കാറില്ല. ഭഗവാന്റെ നന്ദിയെ തൊടുകൊണ്ട് കാണാം. നന്ദി സങ്കല്പമാണ്. കളരി സംഘമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് പടനിലം പോയി കാണാം. ഇവിടെയാണ് പണ്ട് കായംകുളം രാജാവിൻ്റെ ഭടന്മാർ, ഇതിൻ്റെ സെൻറ്ററിൽ വേറൊരു കുളം ഉണ്ടായിരുന്നു അത്ര. ആ കുളത്തിലാണ് അവർക്കുള്ള എന്താ പറയുക വെള്ളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ, അതായത് കുതിരയ്ക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് പണ്ട് എടുത്തിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട്. മരപ്പലക കൊണ്ടുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ വഴിപാടായിട്ട് കൊടുക്കുന്നത്. അതായത് കയ്യിന് കാലിന് ഒക്കെ അംഗവൈകല്യം സംഭവിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അത് ശരിയാവാൻ വേണ്ടിയിട്ട് മരത്തിൽ കൊത്തിയ ശരീരഭാഗങ്ങൾ വഴിപാടായിട്ട് കൊടുക്കും. അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വെറൈറ്റി ഒരു വഴിപാട് കാണാൻ പറ്റി. അതായത് അംഗവൈകല്യം സംഭവിച്ചവർക്കുള്ള മരം കൊണ്ടുള്ള എന്താ പറയുക പാർട്സ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വഴിപാടായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടു. ഘോഷയാത്ര വന്നിട്ടുണ്ട്. അവിടെ ഘോഷയാത്ര വന്നിട്ട് അവരിവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ട് നേരെ അപ്പുറത്ത് പടനിലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി പടനിലത്താണ് അവരുടെ അഭ്യാസ പ്രകടനം കാര്യങ്ങളൊക്കെ. ആൾക്കാർ പടനിലത്തിന് ചുറ്റും കൂടിയിട്ടുണ്ട്. പെർഫോമൻസിനുള്ള വേറൊരു ടീമാണ്. നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ബലിവഴിപാട് നടത്തുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ ഒട്ടേറെ വ്യതിയാനങ്ങൾ മനുഷ്യ ശരീരത്തിൽ. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു 2 വലിയ കുളങ്ങളാണ്, അതായത് പടനിലങ്ങൾ. അതിൽ രണ്ടാമത്തെ കുളമാണിത്, രണ്ടാമത്തെ പടനിലം. അപ്പോൾ അപ്പുറത്തെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് നേരെ അവരിങ്ങോട്ട് വരും. അവിടെ ജസ്റ്റ് അപ്പുറത്ത് നിന്ന് പോയി നോക്കാം. ഓരോ ടീമായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടീം ഇതേപോലെ ഓരോ ഗുരുക്കന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ എന്താ പറയുക ഓരോ സ്ഥലത്ത് ഇവിടെ കംപ്ലീറ്റ് ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് വന്ന് അവർ ഗുരുക്കന്മാരുടെ കീഴിൽ
ഈ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അവരിങ്ങനെ നടക്കും. ഒരുപാടുണ്ട്. നമ്മൾ ആനയ്ക്ക് നെറ്റിപ്പട്ടം കണ്ടിട്ടുണ്ട്, കാളയ്ക്ക് നെറ്റിപ്പട്ടം കണ്ടിട്ടുണ്ട്. ശബരിമല സീസണിൽ ഇവിടെ എന്തോ പ്രാധാന്യം ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഇത് കാണാം. അവിടെ മാത്രമല്ല, ഇവിടെയും അവിടെയും നമുക്ക് വഴിപാട് കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കൂട്ടം കാണുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പോയി നോക്കാം. ഒരു വലിയ കരിമ്പന. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കുവാൻ നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓച്ചിറക്കളി. മാർത്താണ്ഡവർമ്മയുടെ കരുത്തുറ്റ സൈന്യത്തിനെതിരെ കായംകുളം രാജാവിന്റെ പ്രജകളായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചുവെങ്കിലും ഓണാട്ടുകരക്കാർ അന്നദാനത്തിലുള്ള ക്യൂ ആണ്. ഒരുപാട് പ്രായമുള്ള ആളുകളും ഭക്തജനങ്ങളും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി നമുക്ക് അറിയാൻ കഴിഞ്ഞത് 5000-ഓളം പിള്ളേരാണ് ഇവിടെ ഈ ആയോധനകല, അതായത് കളരി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് പല ഗുരുക്കന്മാരിൽ നിന്ന് അവർ വ്രതമെടുത്ത് പഠിച്ചിട്ടാണ് അവർ ഈ പെർഫോമൻസിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കളിയാശന്മാർ എന്നാണ് ഇവരെ അതായത് ഗുരുക്കന്മാരെ പറയുന്നത്. അപ്പോൾ മെയിൻ വരവ് അവിടെ നിന്ന് വരും. എന്നിട്ട് മുതിർന്ന കളിയാശാനെ അവരുടെ മുന്നിൽ പെർഫോമൻസ് നടത്തിയിട്ട് പരിപാടി വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പടനിലത്ത് വരും. അത് കഴിഞ്ഞ് ഇവിടെ രണ്ടാമത്തെ പടനിലയും കാണിച്ചില്ല, അവിടെ വന്നിട്ട് പരിപാടി നിർത്തും. അപ്പോൾ അതാണ് ഒരു ഐറ്റിനറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പടനിലം എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ? ഇവിടെ ഇപ്പോൾ ആളുകളില്ല, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കംപ്ലീറ്റ് ആളായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ 5000-ഓളം ഉണ്ടെന്നത് ചെറിയ പിള്ളേരടക്കം കൂട്ടിയിട്ടാണ്. ചെറിയ മക്കളൊക്കെ ഉണ്ട്. അതായത് കായംകുളം യോദ്ധാക്കന്മാരുടെ ഒരു വീരം, അതായത് അവരുടെ ഒരു ടാലൻറ്റ് കാണിക്കുന്ന ഒരു ഷോ എന്നുള്ള രീതിയിലാണ് ഇത് എന്താ പറയുക ഇവിടെ നടത്തി പോരുന്നത്. ഈ വഴിയാണ് നമ്മൾ നേരത്തെ വന്നത്. നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് കട്ട് ചെയ്തൊന്ന് പോയേക്കാം. ഇവിടെ ലാറ്റിൻ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തറയൊക്കെ കെട്ടിയിട്ട് ചെടികളും മരം ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ വിശ്വം, ലോകം, അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. മരങ്ങളുടെ ഒരു പ്രാധാന്യം
വളരെയേറെ എന്താ പറയുക മനസ്സിലാക്കി തരുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ. ബാക്കിയുള്ള അമ്പലങ്ങളെ വെച്ച് നോക്കുമ്പോൾ മരത്തിനൊരു ദൈവത്തിൻ്റെ ഒരു പ്രാധാന്യം അത്രത്തോളം നൽകുന്ന ഒരു കൺസെപ്റ്റ്. നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് തോന്നുന്നത്? കമൻ്റായിട്ട് പറയാം. കാരണം ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ട്രീ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നല്ലൊരു മെസ്സേജും കൂടെയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഗംഭീര പ്രാക്ടീസിലാണ്. ഇതിനകത്ത് കയറിയപ്പോഴേ ഗംഭീര അറ്റ്മോസ്ഫിയർ കേട്ടോ, നല്ല തണുപ്പ്. ഒരു തറ പോലെ കെട്ടിയിട്ട് കംപ്ലീറ്റ് എന്താ പറയുക, ഒരാൾത്തറ പോലെ കെട്ടിയിട്ട് മരങ്ങളെ സംരക്ഷിച്ചിരിക്കും. ഇങ്ങോട്ട് കയറിയപ്പോൾ മോനെ എമ്മ തണുപ്പാണ്. നമുക്കിനി മെല്ലെ ഘോഷയാത്ര കാണാൻ പോവാം. ഇവിടെ ഫുള്ള് കച്ചവടമാണ്. ഒരു 12-12:30 ആകുമ്പോൾ വരുന്നതാണ് പറഞ്ഞത്. അപ്പം മക്കളെ പറയാതിരിക്കാൻ വയ്യ, അമ്പലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അതിൻ്റെ അടിയിൽ കയറിയപ്പോഴേ
കാരണം ഈ ചൂടത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി നമ്മളാരും ചെയ്യാറില്ല. അപ്പോൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ല ചൂടുകാലത്ത് മരത്തണലിൽ നമുക്ക് വിശ്രമിക്കാം. മനസ്സിലായോ? എന്തായാലും ഈ ക്ഷേത്രം പരിസരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അവിടെ നിന്ന് വരവ് വരാനായിട്ടുണ്ട്. വന്നാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കൃഷ്ണപുരം പാലസ് ഇവിടുന്ന് നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കൃഷ്ണപുരം പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വരവിൽ നിങ്ങൾക്ക് 2 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. അവിടെ പണ്ടൊരു കോട്ടയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. കോട്ട ഇപ്പോൾ ഇല്ല, കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇല്ല. പക്ഷേ ഇവിടെ അടുത്തൊരു അതിർത്തിച്ചിറ എന്ന് പറഞ്ഞിട്ടൊരു ചിറയുണ്ട്. അതൊരു കുളമാണ്. ആ കുളം ഉണ്ടായത് ഈ കോട്ട ഉണ്ടാക്കാനുള്ള മണ്ണെടുത്തിട്ടുണ്ടായ കുളമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ വീണ്ടും കറങ്ങി അമ്പലത്തിൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ മേളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവം.
ദേശങ്ങൾ താണ്ടി ഈ ആയോധനകളെ കാണുവാൻ പുണ്യഭൂമിയിലെത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്തവിശ്വാസികൾക്കും പരബ്രഹ്മ വിശ്വാസികൾക്കും ക്ഷേത്ര ഭരണസമിതിയുടെ ഹൃദയംഗമമായ സ്വാഗതം. നോക്കിയയുടെ ഒരു സാധാ സെറ്റും സ്വല്പം പൈസയും കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതി ഓഫീസുമായി ബന്ധപ്പെടുക. സമൂഹ വിവാഹം ഉൾപ്പെടെ ഗോശാല നിർമ്മാണം ഉൾപ്പെടെ ആത്മീയതയും സനാതന ധർമ്മമൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ രാമായണ മാസത്തിൽ പ്രഗത്ഭരായ പ്രഭാഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളും ഭൗതിക സാഹചര്യങ്ങൾ ആളുകൾ നേരെ പടനിലത്തേക്ക് ഇറങ്ങി പോകുന്നു. ഈ യോദ്ധാക്കൾക്ക് യുദ്ധകണ്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ വഴിയൊരുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നാളന്മാരും കളി ആശാന്മാരും ഈ യുദ്ധകണ്ടത്തിലേക്ക് ഇറങ്ങി ഹസ്തദാനം നൽകിയതിനു ശേഷമാണ് ഈ രണ്ട് ഈ എട്ടുകണ്ടത്തിന് മുകളിലായി കൃഷ്ണപ്പരന്ന് വട്ടമിട്ട് പറക്കുവാൻ തുടങ്ങി. അഭ്യസിച്ചതിന് ശേഷമാണ് പടനിലത്ത് പടവെട്ടുവാനായി തുടങ്ങി. പടിഞ്ഞാറെ കരയുടെ കരുനാഥനും മനസ്സിൽ മാനം കാക്കാൻ നടത്തിയ ഐതിഹാസിക യുദ്ധത്തിന്റെ സ്മരണകളാണ് തിരുച്ചിറക്കണി.
ഫസ്റ്റ് പഠനനിലത്തിലെ അഭ്യാസ പ്രകടനം കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ പഠനനിലത്തിലെ അഭ്യാസ പ്രകടനമാണ്. അപ്പം നമുക്ക് അതൊന്ന് പോയി നോക്കാം. നല്ല ആൾക്കാരൊക്കെയുള്ളത്. അപ്പോൾ എന്തായാലും അഭ്യാസ പ്രകടനമൊക്കെ കഴിഞ്ഞ പഠനയിലാണ് ഈ കാണുന്നത്. അവിടെ ഫുഡ് അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞ് തോന്നുന്നുണ്ട്, അറിയില്ല. ഇപ്പോൾ സമയം 2:06. അപ്പോൾ ഞാനെന്തായാലും രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു അന്നദാന കൗണ്ടറുണ്ട്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. കാരണം ഇപ്പോൾ തന്നെ 2:30-3 മണിയായി. ഇനി കടയിൽ പോയാൽ ഫുഡ് കിട്ടുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോൾ നീണ്ട ക്യൂ ആണ് ഇവിടെ. ഇപ്പോൾ ധാരാളം ജനങ്ങൾ വരുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഒരു സ്ഥലത്ത് മാത്രം അന്നദാനം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ കൺജസ്റ്റഡ് ആവും. അപ്പോൾ 2 സ്ഥലത്ത് പരിപാടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഓച്ചിറയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.